ആരാണ് ഈ ഒരു കൊച്ചു പെങ്കൊച്ചവിടെ ഇങ്ങനെ ചിലക്കുന്നത്? എനിക്കൊന്ന് അജുവിനോട് സംസാരിക്കണം. അജുവിന്റെ വൈഫ് ഒരു പരിപാടിക്ക് എനിക്ക് പോണോന്നുണ്ടായിരുന്നേ. ആര് പറഞ്ഞത് തലേ ദിവസം വിളിച്ചാൽ മതി, ആ തള്ള വരത്തില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. കാര്യങ്ങൾ പറയാനായിട്ട് പറയേണ്ട വേദിയിൽ പറയേണ്ട ഭാഷയിൽ പറയുക. അതിന് പകരം കിടന്നോണ്ട് ചുമ്മാതെ വെറുതെ അട്ടഹാസവും റീലും മണ്ണാൻ കെട്ടി അതൊക്കെയാണ് ഇപ്പൊ ഫാഷൻ. ഈ റീലെന്ന് പറയുമ്പോഴേ സൂക്ഷിച്ചോട്ടെ, അതിന്റെ അയലത്തൂടെ പോകല്ലേ. ഞാൻ പറഞ്ഞു, ഒരു 20 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ സ്വഭാവമുള്ളവർ ചിലപ്പോൾ ഉണ്ടാവില്ല. 70കളിലും 80കളിലും അല്ലെങ്കിൽ 60കളിലൊക്കെ ഉള്ള ചില അമ്മാവന്മാരിപ്പോ ഇല്ല സിനിമകളിൽ, ജീവിതത്തിൽ. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ അല്ലെങ്കിൽ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവരെല്ലാം നമ്മളെ ഓരോ സ്റ്റെപ്പ് നടത്തിച്ചതിൻ്റെ ഈ മുറിയിൽ നിന്ന് ആ മുറിയിൽ കൊണ്ടുപോയി, ആ മുറിയിൽ നിന്ന് ഈ മുറിയിൽ കൊണ്ടുപോയി കാണുന്ന കാഴ്ചകളാണല്ലോ ഇന്ന് ചുറ്റും. അപ്പൊ അവിടുന്ന് വീട്ടിലോട്ട് കത്തയച്ച് അത് ഡിസ്പ്ലേ ചെയ്ത് നാട്ടുകാരെ അറിയിച്ചാൽ ആ രണ്ട് പിന്നെ എന്തിനാ രജിസ്റ്റർ ഓഫീസിൽ വരുന്നേ? നമ്മളെ പഠിപ്പിച്ചു തരില്ലേ, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്തോ മോനെ, അങ്ങനെ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം അദ്ദേഹം പോയെന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്നത് ഒരു ഇതാ. ആരും സെഞ്ചുറി ഒന്നും അടിച്ചില്ല, പക്ഷെ ഇന്ത്യ ജയിക്കുക. എനിക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ സീനോ, എൻ്റെ 5 സീനോ അല്ലെങ്കിൽ 30 സീനോ അല്ല, എൻ്റെ ഒരു സീനാണെങ്കിലും ഇറ്റ് ഈസ് ഫൈൻ. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതാണ് സന്തോഷം. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസന്റ് ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത്, എൻ്റെ ഈ ഷോയിൽ എനിക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഈ വ്യക്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ എവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട അജു വർഗീസ്. ഹലോ ചേട്ടാ, നമസ്കാരം. എനിക്ക് ഇപ്പം ചേട്ടനോട് ഒരു പ്രത്യേക സ്നേഹം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആ വെബ് സീരീസ് മുഴുവൻ ഒറ്റ സ്ട്രക്ചറിൽ ഞാൻ കണ്ടു തീർത്ത. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രത്യേകിച്ച് ലൈക്ക് ഫീൽ ഗുഡിനോട് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. അതില് പപ്പേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അജുചേട്ടൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇത്രയും നാളും അജുചേട്ടന്റെ ഓരോ ക്യാരക്ടേഴ്സിനോട് എനിക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് എന്തോ കുറച്ചും കൂടെ എന്തോ ഭയങ്കര കണക്റ്റഡ്, പപ്പേട്ടനോട് ഭയങ്കര കണക്റ്റഡ് ആയി. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒരുപാട് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ കിട്ടിയാലും നമുക്ക് സ്നേഹിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചേട്ടൻ ആ ഒരു ക്യാരക്ടർ കൊണ്ടുപോയിരിക്കുന്നത്. സോ അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ കെന്നാഷോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് പപ്പേട്ടനിലേക്ക് എത്തിപ്പെട്ടത്? രഞ്ജിത്തേട്ടനെയും തുടങ്ങണം, പ്രൊഡ്യൂസർ. അതെ, രഞ്ജിത്തേട്ടൻ്റെ ഒപ്പം എനിക്ക് 2 countries ആണ് ഇതിനു മുന്നേ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അദ്ദേഹമാണ് അതിനോട്ട് എന്നെ ആദ്യം വിളിക്കുന്നത്. അതേപോലെ ഈ കഴിഞ്ഞ 2023 എനിക്കൊരു ദിവസം രഞ്ജിത്തേട്ടൻ്റെ കോൾ ഇതേപോലെ തന്നെ വന്നു. ഇങ്ങനത്തെ ഒരു വെബ് സീരീസ് ഉണ്ട്, ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്നു, അതിലെ ഒരു ക്യാരക്ടർ. അപ്പം ഞാൻ പൊതുവേ അങ്ങനെ ക്യാരക്ടറാണ് കൂടുതലും കേൾക്കുന്നത്, മോർ ദാൻ സ്ക്രിപ്റ്റ്. അപ്പോൾ എപ്പോഴും സപ്പോർട്ടിങ് റോൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവൻ സിനിമയുടെ ഉത്തരവാദിത്വം ഞാൻ എടുക്കാറില്ല. അപ്പം ഞാൻ നീരജനെ വിളിച്ചു. അപ്പം നീരജു കുറേ ആയി, എനിക്ക് തോന്നുന്നു ലവകുശയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷത്തിൽ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അപ്പം നീരജിനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഫ്രണ്ട്സ് ആണല്ലോ നമ്മൾ. അപ്പം അതുകൊണ്ട് വിഷ്ണു അഗെയിൻ ഇനി വിഷ്ണുവിലോട്ട് വരാം. വിഷ്ണു ഞാനും പകിടയിൽ അഭിനയിച്ച വ്യക്തികളാണ്. അപ്പോൾ അവനോടൊപ്പം അവൻ ഡയറക്റ്റ് ചെയ്യാൻ അന്നേ പ്ലാൻ ഉണ്ടെന്ന് പറയുമ്പോഴൊക്കെ തൊട്ട് അതിനോട് നമുക്കൊരു സന്തോഷവും ഒരു പ്രത്യേക ഹാപ്പിനെസ് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് വേറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ. അപ്പോൾ അവൻ്റെ വാശി അനൗൺസ് ചെയ്ത ടൈമിലും ഞാൻ അവന് മെസ്സേജ് അയച്ചിരുന്നു, എൻ്റെ ഫൈനലിൽ നിൻ്റെ സ്വപ്നം നടക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് അവൻ്റെ ഇതിലോട്ട് വിളിച്ചപ്പോൾ അതുകൊണ്ട് രണ്ടും എക്സൈറ്റഡാണ്. രഞ്ജിത്തേട്ടൻ, നീരജ്, വിഷ്ണു. ഒരു റീസണും ഇല്ല അതിൽ നമ്മൾ. അപ്പം ഞാൻ അപ്പം തന്നെ കഥ പോലും കേൾക്കാതെ യെസ് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് വിഷ്ണു എന്നോടൊരു ബാൽക്കണിയിൽ വെച്ചിട്ടൊരു 10 മിനിറ്റ് എന്താണ് പപ്പൻ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, പപ്പൻ എന്ന് പറയുന്നത് കുറച്ചേറെ വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകാവുന്ന ഒരു സ്പീഷീസാണ്.
ഈ പപ്പൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അതെ അതെ സത്യം. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ ഒരു ശക്തമായ മീഡിയം ഇതാണല്ലോ സിനിമ അല്ലെങ്കിൽ വെബ് സീരീസ്, മാസ് മീഡിയം ആണല്ലോ, കുറേ പേര് കാണുന്നതാണല്ലോ. ആ മീഡിയത്തിൽ അതേപോലത്തെ ഒരു കഥാപാത്രത്തിനെ റെപ്രസെൻറ്റേഷൻ, അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു 20 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ സ്വഭാവമുള്ളവർ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ 1970കളിലും 80കളിലും അല്ലെങ്കിൽ 60കളിലൊക്കെ ഉള്ള ചില അമ്മാവന്മാരിപ്പോൾ ഇല്ല സിനിമകളിൽ, ജീവിതത്തിൽ. അപ്പം അത് ഞാൻ പറഞ്ഞു കാലഹരണപ്പെട്ടു പോകാവുന്ന ഒരു സ്പീഷീസാണ് ഇതേപോലത്തെ പപ്പന്മാർ. അപ്പം അങ്ങനത്തെ ഒരു കഥാപാത്രത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സാമൂഹികമായി സൊസൈറ്റിയിലുള്ള അങ്ങനത്തെ വ്യക്തികളുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് പപ്പൻ. അതുകൊണ്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അത് ചുമ്മാ ഒരു തമാശ റോളല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. വ്യക്തമായ ക്രിറ്റിസിസം പപ്പനിലൂടെ വിഷ്ണു വെക്കുന്നുണ്ട് അല്ലേ. അത് പെട്ടെന്ന് നമ്മളുടെ ഒറ്റനോട്ടത്തിൽ കിട്ടണം എന്നില്ല. അതിന് ശക്തമായ ഒരു ചില ഇതിലൊക്കെ നമുക്ക് ഓക്കെ ഇയാൾ എന്താണ് പറഞ്ഞത്, പക്ഷെ അതിനോടൊപ്പം തന്നെ അത് തിരുത്താനും തയ്യാറാണ്. അതാ ഞാൻ വിഷ്ണു ചെയ്ത കാര്യം. അതെ, ഇതേ പപ്പൻ വ്യക്തി അല്ലല്ലോ, പപ്പന്മാർ ഒരുപാടുണ്ടല്ലോ. അപ്പൊ പപ്പന്മാർക്ക് ഇതൊരു കാരണമായാലും നല്ലതാണ്. പപ്പന്മാർക്ക് ഇത് കാണുമ്പോൾ ഞാൻ ഇതാണോ, എനിക്ക് പപ്പൻ ഒരു പരിധി വരെ ഞാൻ തന്നെയാണ്. എനിക്കും ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ അതെ, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ഇറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ എനിക്ക് ഈ പപ്പേട്ടൻ എങ്ങനെയായിരിക്കുന്നു, അല്ല ഇത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുത്തുന്ന, ഇപ്പം നമ്മൾ പലതരത്തിലും വെബ് സീരീസ് നമ്മൾ കാണാറുണ്ട്, പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്തല്ലോ എന്നോർത്ത് കണ്ടു തീർക്കുന്നത്. എന്തായാലും ഇപ്പൊ 1 പാർട്ട് കഴിഞ്ഞു, അത് 2nd പാർട്ടോ ഇനി എത്ര പാട്ടുണ്ട്. പക്ഷെ ഈ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്റെ ഒരു ആസ്വാദന സ്റ്റൈലിലാണ് അത് പിടിച്ചേക്കുന്നത്. അതെന്തറിയോ, ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു മിഡിൽ ക്ലാസ് വ്യക്തിയായിരുന്നു സിനിമയിൽ വരുന്നതിന് മുന്നേ. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടും ഞാനൊരു മിഡിൽ ക്ലാസ് ജീവിതമാണ് എൻ്റെ ചുറ്റും അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെജോറിറ്റിയും അപ്പർ മിഡിൽ ക്ലാസ്സിലൊക്കെ തന്നെയാണല്ലോ കൂടുതലും റിലേറ്റബിൾ ആയിട്ടുള്ളവർ. അവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു യുണീക്ക്നെസ്. നമുക്ക് നമ്മളുടെ ജീവിതമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ സ്ക്രീനിൽ കാണുമ്പോഴാണ് നമുക്കത് പേഴ്സണലൈസ്ഡ് വ്യൂ ആവുന്നത്. അല്ലെങ്കിൽ അതെപ്പോഴും ഫാൻറ്റസി വ്യൂ, അല്ലെങ്കിൽ നമുക്ക് സൂപ്പർ എന്താ പറയുക ഒരു ഹീറോയുടെ അല്ലെങ്കിൽ മേക്ക് ബിലീഫിലൂടെ നമുക്ക് ഒരു ലാർജർ ദാൻ ലൈഫ് പിക്ചർ, അത് ഹീറോയിസമായി മാറുന്നു. ഇത് നമ്മുടേത്. ഇത് ഇപ്പൊ നീരജിന്റെ അതിലെ പല കാര്യങ്ങളും എനിക്ക് റിലേറ്റബിൾ അല്ലേ. ഞാൻ ദുബായ് ജീവിച്ച ആളൊന്നും അല്ല, പക്ഷെ നീരജിന്റെ അവസ്ഥകൾ, വീട് പണി എന്നല്ലേ ഞാൻ പറയണേ, പക്ഷെ ആ സാഹചര്യം ഇപ്പൊ ജോലി പോയി അല്ലേ, ജോലി പോയിട്ട് വരുന്ന സമയം നമുക്കിപ്പോ ഒരു സിനിമ മോശമായി തിയേറ്ററിൽ വർക്കാവാത്തതിന്റെ റിയാക്ഷൻ ആയിരിക്കും അത് അല്ലേ. നമുക്കൊരു സിനിമ ഭയങ്കര ആഗ്രഹിച്ചിട്ട് അതെ, അങ്ങനെയുള്ള എല്ലാവർക്കും അങ്ങനത്തെ പല പല അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ നീരജിന്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരു നീരജിനെ ഞാൻ സ്ക്രീനിൽ കണ്ടത്. അഭിനയിക്കുന്ന സമയത്ത് എനിക്കത് അത്രയ്ക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഞാൻ ഡബ് ചെയ്യാൻ പോയപ്പോഴാണ് എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ധ്യാൻ എടുത്ത ഇന്റർവ്യൂ, ധ്യാൻ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു ഹോട്ട്സ്റ്റാറിന് വേണ്ടി. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, ഒരുപാട് ന്യൂആൻസസ് നീരജിന്റെ ഇതില്. എന്നിട്ട് ഞാൻ നീരജിനെ വിളിച്ചു പറഞ്ഞു, നീരജിനെ എല്ലാവരും പറയുന്നത് നീരജിന്റെ എനിക്കിഷ്ടമാണ്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, കേൾട്ടൻ 10 ഇഷ്ടമാണ്, കപ്പിയാർ ഇഷ്ടമാണ്, നമ്മുടെ സോപ്പട്ടിയിൽ ക്യാമറ വെച്ച ക്യാരക്ടർ നാരായണൻകുട്ടി, സപ്തമസി തസ്കര, അങ്ങനെ എല്ലാം അയാൾ ചെയ്ത എല്ലാം നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇനി മുതൽ വിനോദായിരിക്കും. ബിക്കോസ് വളരെ പക്വതയോടെ ഉള്ളൊരു നീരജിനെ എനിക്ക് ജീവിതത്തിൽ ഏതായാലും കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഏതായാലും സ്ക്രീനിൽ കാണിച്ചു. അത് ആണ് ഒരു ആക്ടർ. ഇപ്പൊ ഈ വെബ് സീരീസ് കണ്ടു കഴിഞ്ഞവരില് നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കും ഇങ്ങനത്തെ ഒരു പപ്പേട്ടന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം സ്വന്തം അനിയനെ എന്ന് വെച്ചാൽ ബ്രദറിനെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അജു ചേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പപ്പേട്ടൻ ശരിക്കും ഉണ്ടോ? എനിക്ക് എൻ്റെ മദറിന്റെ എൽഡർ ബ്രദർ, അദ്ദേഹം മരിച്ചുപോയി, വളരെ എൽഡറാണ്, 2 വർഷം മുന്നെയാണ് മരിച്ചത്. ഇത് ഇങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ അമ്മാച്ചൻ എന്നാ പറയുന്നത്, അമ്മാവൻ എന്ന് പറയും അദ്ദേഹം. പിന്നെ എൻ്റെ അമ്മയുടെ തന്നെ
കസിൻ ആയിട്ടുള്ളൊരു അമ്മാച്ചൻ ഫിജി എന്ന് പറയും. ഓക്കെ. അപ്പോൾ മറ്റേത് ബ്ലെസൻ ഈശോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒക്കെ വളരെ, എൻ്റെ ഫാദറിൻ്റെ യങ്ങർ ബ്രദർ. അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനത്തെ ജ്യേഷ്ഠന്മാരുടെ ഒരു അല്ലെങ്കിൽ ആ എൽഡർലി ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര പാമ്പേർഡ് ആയിരിക്കും. പാമ്പേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, നമ്മൾ ഭയങ്കര സെക്യൂർ ആയിരിക്കും. നമുക്ക് ഇപ്പൊ ചേട്ടന്മാരുള്ള അനിയത്തിമാർക്ക് അത് ഫീൽ ചെയ്യാറുണ്ടാവും അല്ലേ? സെയിം ഫീൽ ആണ് നമുക്ക്. എന്തും കാശും ഒക്കെ അല്ലേ എല്ലാം. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ജോലിക്ക് വന്നപ്പോഴും അങ്ങനെ ഒരാളെ കിട്ടി. അദ്ദേഹമാണ് എൻ്റെ മെന്റർ, മഹേഷ് എന്ന് പറയും. ആദ്യമായിട്ട് ജോലി ചെയ്തപ്പോൾ വിനീതിനെ പോലെ തന്നെ എനിക്ക് ജോലി ചെയ്തപ്പോഴുള്ള മെന്ററാണ് അദ്ദേഹമാണ്. ആക്ച്വലി എന്നെ പല കാര്യങ്ങളും ഡിസിപ്ലിൻഡ് ആക്കിയത് ജോലികളെ കുറിച്ച്. അപ്പം ഇന്ന് ഞാൻ വൈകിയാ വന്ന്, അത് റെയറായിട്ടേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് പറ്റിപ്പോയതാ. അല്ലെങ്കിൽ ആ പങ്ക്ച്വാലിറ്റിയും ടൈമിങ്ങും ഒക്കെ കീപ്പ് ചെയ്യും എന്നെ ശീലിപ്പിച്ച മഹേഷ. അദ്ദേഹം ആ പൊസിഷനിലുള്ള ഒരാളാണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ എൽഡേഴ്സ് ആയിട്ട് ഇൻഡസ്ട്രിയിലാണെങ്കിലും. അതിശേഷം അപ്പൊ ഈ വർഷം എന്ന് പറയുമ്പോൾ 15 വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് അല്ലെ? 2025 എന്ന് പറയുമ്പോൾ അതിശേഷം കുട്ടന്ന് തുടങ്ങി അല്ലെ, കുട്ടൂന്ന് തുടങ്ങി ഇവിടെ ഇപ്പൊ അതേ പപ്പേട്ടനായിട്ടാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും തീരെ കോൺഫിഡൻസ് ഇല്ലേ? സ്വയം ചെയ്യുന്ന കാര്യത്തിൽ തീരെ ആത്മവിശ്വാസം ഇല്ല എന്ന് റിപ്പീറ്റഡ്ലി അജുചേട്ടൻ പല സ്ഥലങ്ങളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ വ്യക്തികളിൽ വിശ്വാസമുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് കിട്ടാൻ എന്തുകൊണ്ടാണ്? വെരി കറക്റ്റ് ലൈൻ. ഇന്നിപ്പോ നമ്മൾ ഈ ഷോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു പരസ്യ ചിത്രം ഷൂട്ട് ചെയ്തു. ഓക്കെ. ഈ പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തു. ആ വ്യക്തിയിൽ എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, എപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് ഓക്കെ ആകുന്നവരെ നിങ്ങൾ എടുക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക്, ഞാൻ ജ്യോതിഷേട്ടനോട് സംസാരിച്ചപ്പോൾ, ആക്ടിങ് കോച്ചായിട്ട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അദ്ദേഹം HODU ഡീനോ എന്തോ ആണ് ആക്ടിങ്ങിൽ, അദ്ദേഹം പറഞ്ഞത് ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആക്സിഡന്റൽ ആക്ടറാണ്. അപ്പൊ ആക്സിഡന്റ് അതല്ല, ചെറുപ്പം തൊട്ടേ സ്റ്റേജിൽ കേറി അത് നാടകം, മിമിക്രിയോ, മൈം, എന്തെങ്കിലും ഡാൻസോ പെർഫോം ചെയ്തിട്ട് വരുന്ന ഒരു തൻ്റെ ഇടം കിട്ടാം. സ്ട്രീറ്റ് സ്മാർട്ട്നെസ് കിട്ടും. ഇത് കലയിൽ. ഞാൻ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് അല്ലാത്ത കാര്യത്തിൽ എനിക്ക് ഉണ്ടാവും. ഇതിൽ കിട്ടുക എന്നുള്ളത് നമ്മള് അതൊരു ചെറുപ്പം തൊട്ടേ വന്നാലേ കിട്ടുള്ളൂ. അപ്പൊ അതെനിക്ക് ഇനിയിപ്പോ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഞാൻ റൈറ്റ് എക്സാമ്പിൾ പറയാം. ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ട്രോമയുള്ള കുട്ടികൾ വലുതായാലും പ്രായമായാലും അവർക്ക് ആ പേടികൾ അങ്ങനെ തന്നെ നിൽക്കും അല്ലേ? സെയിം. നമുക്കെപ്പോഴും ക്യാമറ പറഞ്ഞ് ഡയലോഗ് പറയാൻ പോകുമ്പോൾ അത് ശരിയായോ എന്നാൽ അയാൾ പറഞ്ഞു അത് ശരിയാണ് എന്ന് നമുക്ക് വിശ്വാസം തോന്നിപ്പിച്ച് നമ്മളെ, അങ്ങനെയാണല്ലോ ഒരു ഭയങ്കര ട്രോമ ഉണ്ടായ ഒരാൾക്ക് പിന്നെ ഒരു വിശ്വാസക്കുറവുണ്ടാവും വ്യക്തികളോട്. ഇപ്പൊ ഒരു സ്റ്റേജിൽ ചെറുപ്പം തൊട്ടേ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഓരോന്ന് പ്രകടിപ്പിക്കാൻ, ആക്ട്സ് അല്ലെങ്കിൽ ഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഉള്ള മടി പോയേനെ. അപ്പൊ പിന്നെ ഈസി ആയേനെ. അത് എനിക്ക് തോന്നുന്നു ഇനി പോകില്ല. പോകേണ്ടതാണെങ്കിൽ പോകേണ്ട സമയം എന്നേ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വെബ് സീരീസിൽ കാണാൻ പറ്റിയതാണ് രജിസ്റ്റർ മാരേജ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നു മൂവീസിൽ പോലും നമ്മൾ ജസ്റ്റ് സൈൻ ഇടുക, ഇറങ്ങുക, അങ്ങനത്തെ സീൻസാ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ആ ഒരു പ്രോസസ്സിങ്, ആ ഒരു രജിസ്റ്റർ മാരേജ് ഇത്രയും പാടാണോ എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് അടിപൊളി സീൻസ് അതിനകത്തുണ്ട്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഒരു രജിസ്റ്റർ മാരേജിനെ കണ്ടത്. ഞാൻ അത് മുന്നേ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കുറെ പേരുടെ അങ്ങനെ കേട്ടിട്ടല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിൽ അങ്ങനെയായിരുന്നു ആ സീൻസും കാര്യങ്ങളും. അത് ഒരുപാട് പേര് ഇതിന്റെ റിലേറ്റബിലിറ്റി പറഞ്ഞിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതില് നീരജനെ ചോദിക്കുന്ന ഒരു ഡയലോഗാണ്. നമുക്കൊക്കെ അത് തോന്നിയിട്ടുണ്ടാവാം അല്ലേ? അതായത് ഇപ്പൊ രജിസ്റ്റർ ഓഫീസിൽ വന്ന് 2 പ്രായപൂർത്തിയായവർ, ഇന്ത്യൻ ഭരണഘടനാ സിസ്റ്റത്തിൽ ലീഗലി വിവാഹപ്രായമെത്തിയ 2 വ്യക്തികൾക്ക് വിവാഹം പ്രാക്ടിക്കലായി പല കാരണങ്ങൾ കൊണ്ടും ചുറ്റുവട്ടത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴാണല്ലോ രജിസ്റ്റർ ഓഫീസിൽ വന്ന് സഹായം തേടുന്നത്. അപ്പൊ അവിടുന്ന് വീട്ടിലോട്ട് കത്തയച്ച് അത് ഡിസ്പ്ലേ ചെയ്ത് നാട്ടുകാരെ അറിയിച്ചാൽ
ആ രണ്ട് ആ വ്യക്തികളെ ജഡ്ജ് ചെയ്യപ്പോൾ അല്ലേ അപ്പൊ അത് തന്നെ. പിന്നെ എന്തിനാ രജിസ്റ്റർ ഓഫീസിൽ വരുന്നത്? ഞങ്ങൾക്ക് മര്യാദയ്ക്ക് എല്ലാരും അറിയിച്ച് കല്യാണം കഴിച്ചാൽ പോലെ. അപ്പൊ അത് ഭയങ്കര ഒരു ശരിയാ, നമുക്ക് തോന്നിപ്പോയി അതെന്താ അങ്ങനെയെന്ന്. അത് ഇപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം അങ്ങനെ പ്ലാൻ ചെയ്തവർക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ, ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ അതെ അതെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡിസ്പ്ലേ മാറ്റുള്ളൂ. അല്ല മറ്റേത് വീട്ടിലോട്ട് അയച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറയട്ടെ, എന്നാ നമ്മുടെ സിസ്റ്റത്തിൽ അതൊക്കെ മാറ്റാനും ഓപ്ഷൻ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഇൻ ദ സെൻസ് അല്ലാത്ത രീതികളിലൂടെ സി അതിനെ എനിക്ക് തോന്നുന്നു ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച ഇതിലായിരിക്കും. ഞാൻ മുന്നേ കണ്ടിട്ടില്ല ഇത്രയും ഡീറ്റെയിൽ ഓരോ പ്രോസസ്സ്. ഒരുപാട് പേര് എന്നോട് ഇതിന്റെ അങ്ങനത്തെ ഇതിലൂടെ കടന്നു പോയവർക്ക് അത് ഭയങ്കര റിലേറ്റബിൾ ആണ്. അപ്പം അത് പറഞ്ഞവരുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ആ വ്യക്തിയെ പറയുന്നില്ല. അതെ, നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ വ്യക്തിയുടെ പേര്. അതിന്റെ ഇടയ്ക്ക് ഈ രജിസ്റ്റർ ചെയ്ത് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വിനോദിന്റെ അടുത്ത് വിനോദിന്റെ റീസൺസ് ഉണ്ട്. ഇപ്പം ശക്തമായ റീസൺ, ചെറുപ്പത്തിലെ അയാളുടെ ട്രോമയാണ് വീട് നഷ്ടപ്പെട്ടത്. അയാളുടെ അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ വീട് നോക്കി ആ കുഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത്. അപ്പൊ അയാളുടെ ഏറ്റവും വലിയ സ്വപ്നം അയാളുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു വീട് കൊടുക്കാൻ. അതുമല്ല അന്നത്തെ ദിവസം ലേറ്റ് ആയി വാലിഡ് ആയിട്ട് ആള് മനഃപൂർവ്വം നാളെയാ പറഞ്ഞിരുന്നേ, ഇന്നാണ് ആ സംഭവം നടക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് അതിൽ എന്താണെന്നറിയോ, അതിൽ ആ സമയത്ത് വിഷ്ണു നീരജിനോടും ഗൗരിയോടും ഒക്കെ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്തു. ഇങ്ങനെയാണ് നമ്മുടെ സിനിമ മുന്നോട്ട് പോകാൻ പോയി. നീരജിന്റെ ഭാഗത്ത് 100% ന്യായമുണ്ട്, അതേപോലെ തന്നെ 100% ന്യായം ഗൗരിക്ക്. അവിടെയാണ് പണ്ട് നമ്മൾ പറയുന്നേ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നില്ലേ? ഇല്ല, ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊന്നും ഇനി ഒരു വരവ് ആ കുട്ടിക്കില്ല. ആ കുട്ടിയുടെ അച്ഛൻ എന്താന്ന് നമുക്ക് മനസ്സിലായി. കിരൺ ചേട്ടൻ, ഞാൻ എടുത്തു പറയേണ്ട ഒരു പേരാണ് കിരൺ ചേട്ടൻ. അപ്പൊ കിരൺ ചേട്ടന്റെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താ, മറ്റേ ചേട്ടന്റെ അല്ലാന്നല്ല ഞാൻ പറയണേ, പക്ഷെ കിരൺ ചേട്ടന്റെ ആ സീനിൽ പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിലാവും. അതാ എനിക്കത് മനസ്സിലാകാൻ സെൻസ്, നമുക്കത് കേൾക്കുമ്പോൾ അവരെത്ര ഹേർട്ട് ചെയ്യും. ഈ വീട്ടിലോട്ട് അപ്പൊ ഇതെന്റെ വീടല്ലേ എന്ന് പറയുന്നൊക്കെ ഒരു ചില സീനുണ്ട്. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ കുട്ടി ഇറങ്ങി വന്നത്. ഒന്ന്, രണ്ടാം കുട്ടി ഒന്നുകൂടെ പോയിട്ട് ഇറങ്ങി വരിക. അവിടുന്ന് വരുമ്പം അതിൻ്റെ ഇടയ്ക്ക് അയാൾക്ക് അവിടെ പോയി ചെയ്യാവുന്നൊരു കാര്യം നാളെ ചെയ്യായിരുന്നു. ഏത് മറ്റേ സൈൻ വാങ്ങുന്ന അവിടെ ഒരു പ്രയോറിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തു ഗൗരിയിൽ. നാച്ചുറലി നമുക്ക് ഓരോരുത്തരുടെ പ്രവൃത്തിയിലാണല്ലോ, നമുക്ക് വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. ആ വാക്കുകൾ മാറി പ്രവൃത്തിയാകുമ്പോഴാണല്ലോ അതിന്റെ അടിവരയാവുന്നത്. ഇത്രയേ ഉള്ളോ എന്നൊക്കെ ഞാനും പല കാര്യങ്ങളും നമുക്ക് വാക്കുകൾ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റാറില്ല, ഫെയിൽ ആവാറുണ്ട്. അതിനുള്ള ഗൗരി റൈറ്റ് റെപ്രസെന്റേഷൻ ആണ്. പണ്ട് കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഗൗരി മനസ്സിലാക്കിയത് എന്താ, മുന്നോട്ടുള്ള എൻ്റെ പല ജീവിതത്തിൽ ഇയാളുടെ കൂടെ എനിക്ക് ഇയാൾ ഒരു പ്രയോറിറ്റി തരുമോ എന്നൊരു സംശയം ആ കുട്ടിയിൽ ജനിപ്പിച്ചു. അപ്പം വിഷ്ണു പറഞ്ഞു അതാണ് ഞാൻ അഡ്രസ് ചെയ്യേണ്ടത്, അതും ടുഡേയ്സ് ടൈംസ്. കാര്യം പണ്ട് പെൺകുട്ടികളായതുകൊണ്ട് അത് സാരമില്ല എന്ന് പറഞ്ഞിരുന്നൊരു സമൂഹമാണ് നമ്മുടെ. അവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സംശയമുണ്ടോ, നിനക്ക് കുറച്ച് ദിവസം കൊണ്ട് സമയം വേണോ ആലോചിക്കാൻ, ടേക്ക് ഇറ്റ്. അവിടെ പിന്നെ ചോദ്യം ഉത്തരവൊന്നുമില്ല. അതാണല്ലോ വേണ്ടത്. ലിസി പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ആ കുട്ടി ചിന്തിച്ച് പറയട്ടെ. ചേട്ടാ, ഇത് കംപ്ലീറ്റ് ആക്കുന്നതിന് മുന്നേ ഒരു കോൾ, സർപ്രൈസ് ആയിട്ടുള്ള ഒരു കോളാണ്. ഹലോ, ഇതാരാണ് ഈ ഒരു കൊച്ചു പെൺകൊച്ചവിടെ ഇങ്ങനെ ചലിക്കുന്നത്? എനിക്കൊന്ന് അജുവിനോട് സംസാരിക്കും. ഞാനാണ്, ഓർക്കുന്നുണ്ടോ? മനസ്സിലായേ. അല്ലാണ്ട് അജു വർഗീസിനോട് പറഞ്ഞ കേട്ടപ്പാ അജുവിന്റെ വൈഫ് ഒരു പരിപാടിക്ക് എനിക്ക് പോണോന്നുണ്ടായിരുന്നേ. അജു പറഞ്ഞത് തലേ ദിവസം വിളിച്ചാൽ മതി, ആ തള്ള വരത്തില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ലമ്മേ. ദൈവമേ, ഞാൻ പോയേനെ കറക്റ്റ് ആയിട്ട് എനിക്ക് വേറൊരു പരിപാടിയുള്ള സമയം നോക്കി പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല, ഞങ്ങൾ ചിന്തിക്കില്ല. ഞങ്ങൾ ഹാർഡ് കോർ ഫാൻസ് ആണ്, അമ്മയ്ക്കറിയാം. നല്ല 4 വർത്തമാനം പറയണതൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞിട്ട് മക്കളെ അമ്മ ഗുരുപൂജ അമ്മയൊക്കെ കാലിൽ തൊട്ട് തൊഴുതു പോയിക്കോ, സിനിമാക്കാർക്ക്
ഏതായാലും ഒരുപാട് സന്തോഷം. ഇതായാലും ഭയങ്കര സർപ്രൈസ് ആയി. കാരണം ഇതേപോലെ ഒരു സർപ്രൈസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അജു വന്നാൽ ഞാൻ വരാതിരിക്കുമോ? ഞാനിന്ന് ഇപ്പൊ ഉച്ചയ്ക്ക് കിടന്നൊന്ന് മയങ്ങിയ ആളാണ്. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു അജു ആണെങ്കിൽ ഞാൻ സംസാരിക്കുന്നത്. താങ്ക് യു അമ്മേ, താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. മിടുക്കനായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം. മോളോട് പറയണം അടുത്ത പരിപാടിക്ക് എന്നെ വിളിക്കണം. ഉറപ്പായിട്ടല്ല, ഞാനും അത് പറഞ്ഞു. എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അമ്മ വന്നിരിക്കും. അതെ മോനെ, അത് വിമൻസ് അതേ ദിവസം തന്നെയാണ് എനിക്ക് 2 പരിപാടി. ഒരു കുഴപ്പമില്ല, എന്തോ ചെയ്യുമെന്ന് ഒരു കുഴപ്പമില്ല. പ്ലീസ് പ്ലീസ്. വിമൻസ് എംപവർമെന്റ് എന്ന് പറയും നടപ്പായി. ഇത് ശാക്തീകരണം ഇതുവരെ ചെന്ന് എത്തുമോ ദൈവത്തിന്. പക്ഷെ എന്താണെന്നറിയോ, അതിന്റെ റൈറ്റ് ഫേസ് ആണ് താങ്കൾ. അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞ പോലെ എംപവർ ചെയ്ത് 2 കിടിലങ്ങളെ ഇവിടെ. അതല്ല, എംപവർ ചെയ്ത് അവസാനം നമുക്ക് നല്ല ഇഷ്ടമുള്ളൊരു പേടിയേ ഉള്ളു എനിക്ക്. കാരണം ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ സ്വഭാവം അറിയാമല്ലോ. വായു അടച്ച് മുണ്ടായിരുന്നൂടെ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പം മുതിർന്നവർ ചെയ്തിരുന്ന, അതായത് നിങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ തലമുറ വന്നപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് ഒരുപാട് കാര്യം ഇൻസ്പയർഡ് ആയി. ഇപ്പൊ പിന്നെ വരുമ്പോ അത് ഒട്ടും ഇല്ലാതായി മാറുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഇത് വെച്ചിട്ട് ഈ പറയുന്ന പഴയ വൈബുകളാ നല്ലതെന്നുള്ള രീതിക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോട്ടെ മോനെ. നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ട് പറയേണ്ട വേദിയിൽ പറയേണ്ട ഭാഷയിൽ പറയുക. ആരെ വേദനിപ്പിക്കണ്ടല്ലോ, നമുക്ക് പറയാമല്ലോ. ഈ പറഞ്ഞതുപോലെ അതിന് പകരം കിടന്നോണ്ട് ചുമ്മാതെ വെറുതെ അട്ടഹാസവും റീലും മണ്ണാങ്കട്ടി അതൊക്കെയാണ് ഇപ്പൊ ഫാഷന്. ഈ റീൽ എന്ന് പറയുമ്പോഴേ സൂക്ഷിച്ചോട്ടെ, അതിന്റെ അയലത്തൂടെ പോകല്ലേ. അത് കൊള്ളായിരുന്നു. അയ്യോ ഉറങ്ങിക്കോ അമ്മേ, ഉറങ്ങിക്കോ. ഉറക്കത്തിന്ന് വിളിച്ചുണർത്തി. അങ്ങനെ അപ്പൊ എന്തായാലും ശരി, എല്ലാ ഭാവങ്ങളും നേരുന്നു. അജു വർഗീസ് എന്ന കലാകാരൻ ഇവിടുത്തെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറുമെന്നുള്ളത് ആന്റിക്ക് ഉറപ്പുണ്ട്, യാതൊരു സംശയം വേണ്ട. പിന്നെ ആ കൂട്ടുകാരൻ ധ്യാൻ എന്നാളെ പറയുന്നത് കേട്ടോ, ആന്റി ആ പടം കണ്ടോന്ന് സംശയമുണ്ടെന്ന്. ഞാൻ കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ഈ ആന്റി എന്ന് പറഞ്ഞേച്ചാൽ. പുതിയ പടം കണ്ടില്ല, മറ്റേ വർഷങ്ങൾക്ക് ശേഷം. ഇപ്പൊ ഇറങ്ങിയ ഒരു പടം കാണാൻ പോകാൻ പറ്റില്ല, അത് കാണാം തീർച്ചയായിട്ടും. ശരി മക്കളെ, ശരി ഞാൻ കൊടുക്കാം. ഒരു മിനിറ്റ്. അപ്പൊ മല്ലികമ്മേ, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒരു അജു ചേട്ടന് വേണ്ടി സർപ്രൈസ് കോൾ ആയിട്ട് വന്നത്. അതെ, ആ സന്തോഷം എല്ലാം കൂടെ പാക്ക് ചെയ്താ പിന്നെ അപ്പൂന്റെ കൊടുത്തു വിടണേ. നാളെ വരില്ലേ? എന്താണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. അപ്പൊ നാളെ നമുക്ക് പൊളിക്കാം. നമ്മുടെ ഡിജിറ്റൽ അവാർഡ്സ് നാളെയാണ്. ഓക്കെ. ഇപ്പൊ അജുഷേട്ടന്റെ ഒരു പുതിയ വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട്, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അത് കാണണം കേട്ടോ. പപ്പേട്ടൻ എന്ന അടിപൊളിയാ, ഹോട്ട്സ്റ്റാറില്. ഓക്കെ അമ്മ, അപ്പൊ റെസ്റ്റ് എടുത്തോ കേട്ടോ. ശരി, ബൈ. താങ്ക് യു. അയ്യോ അത് ആക്ച്വലി ഒന്ന് സീനിയേഴ്സ് എന്ന് പറയുമ്പോ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മല്ലികമ്മേനെ ഇപ്പൊ ഞങ്ങൾ വിളിക്കാൻ കാരണം കെന്നാശോയില് ഫസ്റ്റ് എപ്പിസോഡ് മല്ലികമ്മേനെ വെച്ച് ഇനാഗ്രേറ്റ് ചെയ്ത് അപ്പൊ പറഞ്ഞ 2 പേരുകളാണ് ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്. എനിക്ക് ഇവരെ 2 പേരും ഭയങ്കര ഇഷ്ടമാണ്. ലവ് ആക്ഷൻ ഡ്രാമ തൊട്ട് തുടങ്ങിയ ആ ഒരു സൗഹൃദം എനിക്ക് എന്താണ് ഇപ്പത്തെ ജനറേഷനിൽ നിങ്ങളെ 2 പേരും ഭയങ്കര കാര്യമാണ് അമ്മയ്ക്ക്. അത് ആ വാക്കുകളിൽ ഒരുപാട് കാര്യങ്ങൾ അജുചേട്ടനെ പറ്റിയും ധ്യാൻ ചേട്ടനെ പറ്റിയും പറഞ്ഞു. ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ കാണുന്നു. എനിക്ക് വേണു സാറിന്റെ കൂടെ അങ്ങനെ വളരെ ലേറ്റ് ആയി വന്ന ജനറേഷൻ അല്ലേ, അത് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ് എന്റെ പ്രായത്തിന് ഡബിൾ. അതെ, അവരുടെ എക്സ്പീരിയൻസ് എന്റെ അന്നത്തെ 2 പ്രായമാണ്. ഓക്കെ, ലളിതാമ്മ, ജനാർദ്ദൻ ചേട്ടൻ. എനിക്ക് അങ്ങനെ കുറച്ച് പേരുടെ കൂടെ കിട്ടിയ മൊമെന്റ്സ്. മല്ലികമ്മൊക്കെ. അപ്പൊ അജുചേട്ടൻ ഇങ്ങനെ പറയാം, ഞാൻ ഗുരുക്കന്മാർക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഇപ്പം സ്കൂളിലാണെങ്കിൽ എനിക്കിങ്ങനെ 2-3 ടീച്ചേഴ്സിനെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒന്ന സ്ഥലത്തായാലും ഇപ്പം ഇൻഡസ്ട്രിയിലായാലും ഗുരുക്കന്മാരെ എപ്പോഴും വിളിക്കുകയും അല്ലെങ്കിൽ അവരുടെ കൂടെ ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണ് അജുചേട്ടൻ. അപ്പൊ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ ഒരു സിറ്റുവേഷൻ ലൈഫില് എപ്പോഴാണ്? ഇതെല്ലാം തന്നെയല്ലേ. ഇപ്പം വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ അല്ലെങ്കിൽ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇവരെല്ലാം നമ്മളെ ഓരോ സ്റ്റെപ്പ് നടത്തിച്ചതിൻ്റെ ഈ മുറിയിൽ നിന്ന് ആ മുറിയിൽ കൊണ്ടുപോയി, ആ മുറിയിൽ നിന്ന് ഈ മുറി കൊണ്ടുപോയി കാണുന്ന കാഴ്ചകളാണല്ലോ ഇന്ന് ചുറ്റും. ആ കൊണ്ടുപോയത് ഇവരൊക്കെയാണല്ലോ. ഫ്രം പ്രീ KG തൊട്ട്, അല്ലെങ്കിൽ അന്നത്തെ അല്ലെ, അന്ന് കിൻഡർ ഗാർഡൻ ഒന്നും അല്ലല്ലോ, 1-ാം ക്ലാസ് 2-ാം ക്ലാസ് തൊട്ട് കോളേജ് എത്തുന്നതും. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ, മഹേഷ് എന്ന് പറഞ്ഞ വ്യക്തി,
അത് കഴിഞ്ഞിട്ട് വിനീത് വരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അതേപോലെ ഞാൻ ഗുരുസ്ഥാനിയനായിട്ട് എന്നെക്കാളും വളരെ ചെറുപ്പമാണ് അഹമ്മദ് കബീർ, കേരള ക്രൈം ഫയൽസ്. വേറൊന്നും കൊണ്ടല്ല, കേരള ക്രൈം ഫയൽസ് തന്നത് കൊണ്ടല്ല, ആ ഇതിലോട്ട് എന്നെ അയാൾ മോൾഡ് ചെയ്ത് മെന്റർ ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അത് ആസ് എ നടൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലേണിംഗ് ഉണ്ട്. അത് ഒറ്റ പ്രകടനം കൊണ്ട് ചിലപ്പോൾ പറ്റൂല, ചിലപ്പോൾ പ്രകടനമേ ആയിട്ട് വരത്തൂല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോർമേഷനോ ലേണിങ്ങോ തന്നു. അപ്പൊ അത് ഹൂവർ ഗിവ്സ് അല്ലെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ കാര്യം, അയാൾ ഗുരു തന്നെയാണല്ലോ മനസ്സിലാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നെടുമുടി വേണു സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എല്ലാം January 1 അജു ചേട്ടൻ കോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു സാറ്. അപ്പൊ അതിനുശേഷം ഇപ്പൊ സാർ നമ്മുടെ ഒപ്പം ഇല്ല, അപ്പൊ സാറിന് ശേഷം January 1 അങ്ങനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? അല്ല, ഞാൻ പോയി സാറിന്റെ വീട്ടിൽ പോകാറുണ്ട്. ഓക്കെ, January 1 അല്ലേ? ഓക്കെ, ആ ഒരു റൂളായി മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അല്ല, അതുകൊണ്ട് റൂളൊന്നുമല്ല, ഞാനത് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളുടെ കുമാരേട്ടനായിരുന്നു, കുമാരേട്ടൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അത് ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അത് മുന്നോട്ടുള്ള പല അവസരങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ലിറ്ററലി നമ്മളെ പഠിപ്പിച്ചു തരില്ലേ, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ചെയ്തോ മോനെ, അങ്ങനെ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യം അദ്ദേഹം പോയെന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്നത് ആ ഒരു ഇതാ പെട്ടെന്ന് ഉണ്ടായ ഒരു ഫീൽ എനിക്കതായിരുന്നു. അയ്യോ, പക്ഷെ സ്റ്റിൽ നമുക്ക് അറിയാം ആ ബ്ലെസ്സിങ് ഉണ്ടാവും എന്നുള്ളത്. സോ അതുകൊണ്ട് മാത്രം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഇപ്പൊ ചർച്ച ചെയ്തത്. അതിനുശേഷം അതിന് തൊട്ട് മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് വേറെ വേർഷൻ ഓഫ് അജു വർഗീസിനെ കാണാൻ പറ്റിയത് കേരള ക്രൈം ഫയൽസിലൂടെയാണ്. ഇങ്ങനെയും അജു ചേട്ടനെ ക്യാരി ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് തോന്നിപ്പിച്ച ഒരു ക്യാരക്ടറായിരുന്നു ആ പോലീസ് ഓഫീസർ മനോജ് എന്നായിരുന്നു പോലീസ് ഓഫീസർ. അപ്പം അതിലേക്കുള്ള ആ ഒരു ജേർണി എങ്ങനെ ഇപ്പൊ ഡയറക്ടർ ആക്ടറായി മാറി കഴിഞ്ഞത് എനിക്ക് തോന്നുന്നു കേരള ക്രൈം ഫയൽസിലൂടെയാണ്. തൊട്ട് മുമ്പാണ് ഞാനത് ഡിസൈഡ് ചെയ്തത്. ഡയറക്ടേഴ്സ് ഞാൻ പറയുന്നില്ല, എനിബഡി ഇൻ ദ സെറ്റ്. ആ ഷൂട്ട് ചെയ്യുന്ന വേളയിൽ കണ്ടു നിൽക്കുന്ന പ്രേക്ഷകരിൽ ഒരാൾ പോലും എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞാൽ ഞാൻ ഡയറക്ടറോട് ചോദിക്കും, നമുക്കത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ. എൻ്റെ ക്യാരക്ടർ അല്ല, സിനിമയുടെ സീനിലോട്ടൊന്നുമല്ല, ഉൾപ്പെടുത്താൻ കൊണ്ട് ആ കഥാപാത്രത്തിനോ സീനിനോ സിനിമയ്ക്കോ ഗുണമുണ്ടെന്ന് ഞാൻ ചോദിക്കും. അതൊക്കെ പോസിബിൾ ആവുന്നത് ഡിജിറ്റൽ ആയതുകൊണ്ടാണ്. ഫിലിം ആയിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഇതൊന്നും പറ്റൂല, അതിൻ്റെ ഒരു ഡിസിപ്ലിൻ തന്നെ വേറെയാണ്, ഹ്യൂജ് കോസ്റ്റ് തന്നെ മാറ്റുന്ന കാര്യമാണ് അതൊക്കെ. പക്ഷെ ഇന്ന് ഡിജിറ്റലിന് ആ സ്പേസ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്. സോ ഇന്ന് നോട്ട് ജസ്റ്റ് ദി ഡയറക്ടർ, ആ മൊമെന്റിൽ ആർക്കും എന്തെങ്കിലും ഒരു അഭിപ്രായം എന്നോട് എൻ്റെ നല്ലതിനാ അല്ലെങ്കിൽ ആ കഥാപാത്രം, എൻ്റെ നല്ല ഉദ്ദേശിച്ച കഥാപാത്രത്തിൻ്റെ നല്ലത് ഇൻറ്റേൺ എൻ്റെ നല്ലതായിട്ട് തന്നെയാണല്ലോ മാറുന്നത്. ഞാൻ കോപ്പി അടിക്കും, ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ തുറന്നു എഴുതും. അല്ലെ, ഇതിപ്പോ ആ ഒരു ട്രാക്കിലേക്ക് പറഞ്ഞെങ്കിൽ ആദ്യം നമുക്ക് ഒരാള് ഇപ്പൊ പൊതുവെ നമ്മൾ കണ്ടെങ്കിൽ ഒരാളുടെ മിസ്റ്റേക്ക് പറഞ്ഞാൽ ആദ്യം നമുക്ക് അംഗീകരിക്കാൻ കുറച്ച് ഒരു ഉണ്ടായിരുന്നു. ഈഗോ ആണത്. ഈഗോ ഒരു ഹേർട്ട്. അത് ഈഗോ നമ്മളൊരു കാര്യം അതെന്താണെന്നറിയോ, അത് ഈഗോ എന്ന് പറയുന്നത് ഒരു പരിധിവരെ റോങ് ആണെന്ന് തോന്നും. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ശരി ചെയ്തേക്കുന്നത്. അത് തെറ്റിന്ന് ഒരാൾ പറയുമ്പോൾ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാനുള്ളൊരു സമയം. ശരി, നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ അയാൾ കൺവിൻസ് ചെയ്യൂ, എടാ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ. അപ്പം അങ്ങനെ കൺവിൻസ് ആവുന്ന സമയങ്ങളുണ്ട്. വലിയ ഡയറക്ടേഴ്സായ ബേസിൽ ജോസഫിനോട് ഞാൻ ഒരിക്കൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഷോട്ട് മിന്നൽ മുരളിയിൽ ഞാൻ ഡബിങ്ങിന് കണ്ടപ്പം ഞാൻ ബേസിയോട് ചോദിച്ചു, ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. കാഷ്വലി നമ്മൾ പറയില്ലടാ ഇങ്ങനെ മറ്റേത് വെച്ച് നോക്കാമോ നല്ലായിരിക്കും. അയാൾ ചെയ്തു തന്നു. അയാൾക്ക് എന്താ ആവശ്യം? അയാൾക്ക് ഒരാവശ്യമില്ല ചെയ്യേണ്ടത് അയാൾക്ക്. പക്ഷെ അയാൾക്കറിയാം, ചിലപ്പോൾ കണ്ടു നോക്കിയപ്പോൾ ശരിയാണ്, അതായിരുന്നു ബെറ്റർ തോന്നിയപ്പോൾ അയാളത് വെച്ച് തന്നു. അദ്ദേഹം പറഞ്ഞേ, അത് എൻഡ് പ്രൊഡക്റ്റ് അല്ലേ, നമ്മുടെ ഫോക്കസ് എപ്പോഴും എൻഡ് പ്രൊഡക്റ്റ് അല്ലേ. ഇന്ത്യ ജയിക്കുക, ഒരു വ്യക്തി സെഞ്ചുറി അടിച്ച് ഇന്ത്യ തോക്കുകയാണോ വേണ്ടേ? അങ്ങനെ അല്ല, ആരും സെഞ്ചുറി ഒന്നും അടിച്ചില്ല, പക്ഷെ ഇന്ത്യ ജയിക്കുക. എനിക്ക് അതാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ സീനോ എൻ്റെ 5 സീനോ അല്ലെങ്കിൽ 30 സീനോ അല്ല, എൻ്റെ ഒരു സീനാണെങ്കിലും ഇറ്റ് ഈസ് ഫൈൻ. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അതാണ് സന്തോഷം.